സംസ്ഥാനത്തെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളുണ്ട്. അവയെ സമാഹരിക്കുവാൻ പറ്റുന്ന സംവിധാനങ്ങളെ വികസിപ്പിച്ചെടുക്കുക എന്നത് പ്രധാന ഉത്തരവാദിത്വമായി ഏറ്റെടുക്കാൻ കഴിയണം. അതിനുതകുന്ന സംവിധാനങ്ങളെ വികസിപ്പിക്കാനും ആകണം. 6.8 ഏറെക്കാലമായി വർധനവുകളൊന്നും വരുത്താത്ത നിരവധി മേഖലകളുണ്ട്. അത്തരം മേഖലകളിൽ നിന്ന് വിഭവ സമാഹരണം എത്രത്തോളം സാധ്യമാകുമെന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. ഇവരുടെ ആർത്തി ഉണ്ടല്ലോ സാർ, ഇവർ എഴുതിയിരിക്കുന്ന രേഖയിലെ വാക്കുകളിൽ പോലും ഇവർക്ക് നാട്ടിലെ മനുഷ്യന്മാരെ കൊള്ളയടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആർത്തി വ്യക്തമാണ് സാർ. ഇനിയും ഇവരും ചമ്പൽ കൊള്ളക്കാരും കുറുവാ സംഘവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സാർ? ചമ്പൽ കൊള്ളക്കാരും കുറുവാ സംഘവും അവർ കൊള്ളയടിക്കുന്നതിന് മുന്നേ സമ്മേളിക്കും, വലിയ ആഡംബരമൊന്നുമില്ല. ഇവർ പക്ഷെ കൊള്ളയടിക്കുന്നതിന് മുന്നേ വലിയ സമ്മേളനം നടത്തും സാർ. ഇവർ പന്തലിടും, ഇവർ ഘോഷയാത്ര നടത്തും, ഇവർ തിരുവാതിര നടത്തും, ഇവർ റെഡ് വോളണ്ടിയർ മാർച്ച് നടത്തും. ഇതെല്ലാം നടത്തിയതിനു ശേഷമാണ് സാർ ഇവർ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത്. കൊള്ളയടിക്കാൻ വേണ്ടി ഇത്രയേറെ പണം ചെലവഴിക്കുന്ന ആദ്യത്തെ കൊള്ള സംഘമായി ഈ സർക്കാരും ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി മാറുകയാണ് സാർ.